ആഹാരം, ആഹാരക്രമം. മുയലുകളുടെ ആഹാരത്തേക്കാൾ പ്രധാനം ആഹാരം നൽകുന്നതിൽ പാലിക്കുന്ന സമയക്രമമാകുന്നു. ക്യാരറ്റ്, പയറില, പ്ലാവില, മുരുക്കിനില, ശീമക്കൊന്നയില, CO3 പുല്ല് ഇവയൊക്കെയാണ് പ്രധാനമായും നൽകി വരുന്നത്. ഇതിൽ ശീമക്കൊന്ന ഇലയും പ്ലാവിലയും എടുത്തു വച്ച് ചറം നീക്കിയിട്ട് വേണം കൊടുക്കാൻ. ഒരുപാട് തീറ്റകൾ നമ്മൾ അത് കൂട്ടിനകത്ത് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് കാഷ്ടവും മൂത്രവും വന്ന് അസുഖങ്ങൾ കൂടുള്ളൂ. ഒരു 8 മണിയാകുമ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കും. ഷെഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ആദ്യം വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പെല്ലറ്റ്, പിന്നെ അതിനുശേഷം ഒരു ഉച്ച സമയം കൂടിയാണ് നമ്മൾ ഈ തീറ്റ ഇലകൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ സമയങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ വെള്ളം, പെല്ലറ്റ്, അത് കഴിഞ്ഞ ശേഷം ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഇലകൾ കൊടുക്കും. ഇതിൻ്റെ ഇപ്പോൾ തീറ്റക്രമങ്ങൾ നമ്മൾ ഗോതമ്പ് പൊടിച്ചത് ഒരു 33 ഗ്രാം. ഇപ്പോൾ നമ്മൾ 1 കിലോ നമ്മൾ ഇത് കൂട്ടുന്നതാണല്ലോ. പിന്നെ എള്ളും പിണ്ണാക്ക് 25 ഗ്രാം, തേങ്ങാപ്പിണ്ണാക്ക് 10 ഗ്രാം, കടലപ്പിണ്ണാക്ക് 10 ഗ്രാം, തവിട് ഒരു 100 ഗ്രാം, പിന്നെ ധാതുലവണ മിശ്രിതം അത് 1 ഗ്രാം, പിന്നെ കറിയുപ്പ് അതിന് ഏറ്റവും കുറച്ച് ഒരു 5 ഗ്രാം. ഇത് എല്ലാ മിശ്രിതം കൂടി നമ്മൾ പുട്ടിന് പൊടി ഒഴുക്കുന്ന രൂപത്തിൽ നമ്മൾ കൊഴിച്ച് ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഗ്രോത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതിപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇതിൻ്റെ പെല്ലറ്റ് വാങ്ങിക്കാൻ കിട്ടും. കടകളിലും മാർക്കറ്റിലെല്ലാം ഇതിൻ്റെ പെല്ലറ്റ്, റാബിറ്റിൻ്റെ പെല്ലറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാലിത്തീറ്റ കടകളിലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കത് സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ഒരു മുയലിന് ദിവസേന 100 ഗ്രാം ആഹാരം മതിയാവും. പെൺമുയലിന് നമ്മൾക്ക് കൊടുക്കുന്ന അനുസരിച്ച് അത് പ്രഗ്നൻ്റ് ഉള്ള സമയത്ത് അതിന് ടോണിക്ക് കാര്യങ്ങൾ, വിമ്രാൾ എന്ന് പറയുന്ന ടോണിക്കുകൾ, പിന്നെ ബി കോംപ്ലക്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ടോണിക്കുകൾ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഇവർക്ക് ആ കുട്ടികൾക്കും കൂടുതൽ അത് പ്രയോജനം ചെയ്യും. ശുചിത്വം. ആഹാരങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂട്ടിൽ കെട്ടിക്കിടക്കാൻ ഇടവരരുത്. അതായത് രാവിലെ നമ്മൾ ഒരു 6-7 മണിക്ക് വന്നു കഴിഞ്ഞാൽ കൂടുകൾ ആദ്യം വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ തീറ്റപാത്രങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ആവശ്യമുള്ള തീറ്റകൾ കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം വെള്ളം കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ കൂട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ തീറ്റയും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. കൂടുകളുടെ തറയുടെ പ്രതലം സിമന്റ് ആണെങ്കിൽ ഡെറ്റോൾ ഒഴിച്ച് സദാ കഴുകി അണുവിമുക്തമാക്കണം. മണ്ണിൽ തന്നെയാണ് കൂട് വച്ചിരിക്കുന്നതെങ്കിൽ കുമ്മായം വിതറുന്നത് അണുക്കളെ നശിപ്പിക്കാനുതകും. രോഗബാധകൾ. എളുപ്പത്തിൽ രോഗം ബാധിക്കാനിടയുണ്ട് എന്ന് പൊതുവെ പറയുമെങ്കിലും അത് പലപ്പോഴും സംഭവിക്കുന്നത് പരിചരണത്തിന്റെ പിഴവുകൾ കൊണ്ടാവാം. മുയലിനെ പിടിക്കുന്നതിൽ തന്നെ ഒരു പ്രത്യേക രീതിയുണ്ട്. സാധാരണ നമ്മൾ പണ്ട് കാലത്തൊക്കെ മുയലുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചെവിക്കാണ്. നമ്മൾ ചെവിക്ക് പിടിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബോഡി വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ ചെവിയുമ്പോൾ പിടിക്കുമ്പോൾ അതിൻ്റെ ഈ ഞെരുമ്പിന് ക്ഷതമേക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ ത്വക്കിന് പിടിച്ചോണ്ട് ഇതേപോലെ മുയലിനെ പിടിച്ച് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന മുയലുകൾ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ എന്ത് സാധനങ്ങളും കൊടുക്കുമ്പോൾ ഇപ്പോൾ ലൂസ് മോഷൻ അസുഖങ്ങൾ വരാണെങ്കിൽ അത് പതിയൊന്ന് വാട്ടിയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവില്ല.
ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ലൂസ് മോഷൻ, പിന്നെ പനി. ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുയലിനെ സംബന്ധിച്ച് മരണനിരക്ക് തീരെ കുറവായിരിക്കും. ദിനചര്യയിലുള്ള ചെറിയ വ്യത്യാസം പോലും നമുക്ക് അസുഖമായിട്ട് തന്നെ കണക്കാക്കാം. അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ കണ്ണിൽ നിന്നോ ചെവിയിൽ നിന്നോ എന്തെങ്കിലും ദ്രാവകങ്ങൾ വരുന്നത് അസുഖത്തിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ്. തീറ്റ എടുക്കാതെ കൂട്ടിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ തീറ്റയും കൊണ്ടുവരുമ്പോൾ തന്നെ തീറ്റ എടുക്കാതെ മാറി നിൽക്കുക. അല്ലെങ്കിൽ എല്ലാവരും ആക്റ്റീവായിട്ട് വരുന്നതിന് പകരം ചെറിയൊരു താല്പര്യക്കുറവ് പോലും രോഗലക്ഷണമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ ഒബ്സർവേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ ചികിത്സിക്കാം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഇവർക്കൊക്കെ നേരത്തെ തന്നെ വരുന്ന ആ തുടക്കത്തിലേ നമ്മൾ രോഗലക്ഷണം കണ്ട് അതിനെ ചികിത്സിച്ചാലാണ് നമുക്ക് കൂടുതൽ ഫലപ്രദമായി അതിനത് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്കിൻ ഡിസീസിന് അതിന് തുടക്കത്തിലേ ചെയ്തെങ്കിലാണ് അതിന് നല്ല ഇഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ ഒത്തിരി വൈകി കഴിഞ്ഞാൽ അതിന് റിസൾട്ടുകൾ വളരെ കുറവായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുയലുകളാണെങ്കിൽ രോഗസാധ്യത എപ്പോഴും കുറവായിരിക്കും. പ്രജനനം. വംശവർദ്ധനവിനായി ആൺമുയലിനെ പെൺമുയലിന്റെ കൂട്ടിലിടുകയല്ല ശരിയായ രീതി. സ്വന്തം കൂടിന്റെ അധികാരശക്തിയുടെ ബലത്തിൽ പെൺമുയൽ ആൺമുയലിനെ ആക്രമിച്ചു കൊന്നുകളയും. പകരം ആണിന്റെ കൂട്ടിൽ പെൺമുയലിനെ ഇടുകയാണ് പതിവ്. ഈറ്റം റെഡ് കളറും അതുപോലെ തന്നെ ഇവര് തീറ്റപ്പെട്ടി വെള്ളത്തിലെല്ലാം ചുണ്ടും കൊണ്ട് വറക്കുക, ഈ സമയങ്ങളൊക്കെയാണ് ഇവരുടെ മതിലക്ഷണങ്ങൾ. ഇനിയിപ്പോൾ ഈ ഇതിന്റെ ക്രോസിങ് റെഡി ആയോന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഈ പെൺമൊയിൽ സമ്മതിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ക്രോസ് ആയെന്ന് അറിയാൻ കഴിയും. അത് കഴിഞ്ഞതിന് ഇപ്പം നമ്മൾ ക്രോസിങ് കഴിഞ്ഞതിന് ശേഷം 28 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയിൽ മുയൽ പ്രസവിച്ചിരിക്കും. ക്രോസിങ് ഇടുന്ന സമയം ഒന്നല്ലെങ്കിൽ ഒരു 11-12 മണിക്ക് ഇടയിൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുയലുകളും ഏകദേശം പ്രസവിക്കുന്ന ടൈമും അതേ ടൈമിൽ തന്നെ ആയിരിക്കാം. 28-30 ദിവസത്തെ ഇടയിൽ എപ്പോൾ നമ്മൾ ക്രോസിങ്ങിന് വിടുന്ന അതേ ടൈമിങ്ങിലായിരിക്കും. അപ്പോൾ നമ്മൾ വെളുപ്പിനെല്ലാം പ്രസവിച്ചാൽ നമുക്ക് കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് ഏകദേശം 10 മണിക്കും 11 മണിക്കും ഇണ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഇത് പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗം നമ്മൾ മുയലുകൾ ഇതേപോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഈ 2 ഭാഗങ്ങളും വയറുകൾ ഇതേപോലെ തടയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയങ്ങളിലാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള മുയലുകളെ നമ്മൾ അറിയുന്നത്. വിപണനം. ഇവരുടെ കുട്ടികളെ കൊടുത്തിട്ട് അതിൻ്റെ കുട്ടികൾ ഇപ്പോൾ പ്രായമായി വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളെ കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ 1 കിലോ 160 രൂപത്തിൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാസം പ്രായമുള്ള ഒരു യൂണിറ്റ് 10 എണ്ണം, 3 ആണ് 7 പെണ്ണ്. അപ്പോൾ അത് കൊടുക്കുന്നത് 3000 രൂപ. നമ്മൾക്ക് കൂടുതലും പോകുന്നത് 5 മാസം പ്രായമുള്ളതാണ്, അത് 6000 രൂപ 10 എണ്ണം, 7 പെൺമൊയിലും 3 ആൺമൊയിലും. അതാണ് ഞങ്ങളൊരു യൂണിറ്റ്. പിന്നെ കൂട് കൊടുക്കുന്ന ഒരു കൂടിന് 3500 രൂപ വരും. ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊയിലിൽ നിന്ന് 2 മാസം കൂടുമ്പോൾ 500 രൂപ വെച്ചിട്ട് ഒരു മൊയിലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ ഇവിടെ 200 പാരൻറ് സെറ്റ് ഉണ്ട്, അതിൽ ഏകദേശം 150 പെൺമൊയിലോളം ഉണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ കൂട്ടിയാലും ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു 15-20 രൂപ എല്ലാ ചെലവ് കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് വളർത്തുകയാണെങ്കിൽ രോഗ സാധ്യത വളരെ കുറവുള്ള മൃഗങ്ങളാണ്. ക്ലീനിങ് ആണ് എപ്പോഴും. അതുപോലെ റെഗുലറായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ദിനചര്യ നമ്മൾ പരിപാലിക്കണം. ഒരേ സമയത്ത് തന്നെ രാവിലെ ക്ലീൻ ചെയ്യുക, കൂട് വൃത്തിയാക്കുക, തീറ്റ കൊടുക്കുക, വെള്ളപ്പാത്രം, തീറ്റപ്പാത്രം അതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള തീറ്റ ഒരേ ടൈമിൽ എന്നും ചെയ്യുന്ന. നമ്മൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ രാവിലെ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഒരു ടൈം വെച്ച് കൊടുക്കുന്ന മാതിരി തന്നെ ഇവയെ ഒരേ സമയത്ത് തന്നെ നമ്മൾ ദിവസവും ഒരു ദിനചര്യ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കാലത്ത് നേരം തീറ്റ കൊടുക്കുക, ക്ലീൻ ചെയ്യുക, പിന്നെ പുല്ല് കെട്ടിയിടുക. അടുത്തത് നേരം
വെള്ളം ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്യാം. ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം നമുക്ക് നോക്കണ്ട. ഏതെങ്കിലും പ്രശ്നം മരുന്ന് അസുഖം കാണുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം മാറ്റിയിട്ട് നമുക്ക് ഒബ്സർവേഷൻ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. എങ്കിലേ നമുക്കത് തുടക്കത്തിലേ തന്നെ അങ്ങ് മാറ്റിക്കളയാനും മെഡിക്കേഷൻ ചെയ്യാനാണെങ്കിലും മരുന്നുകൾ കൊടുക്കാനാണെങ്കിലും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വേണ്ടത്ര പ്രായോഗിക പരിജ്ഞാനം നേടിയ ശേഷം ഈ മേഖലയിൽ അനുഭവ പാരമ്പര്യമുള്ളവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് പരമാവധി ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് അവനവന് കയ്യിലൊതുങ്ങാവുന്ന എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ലളിതമായ തുടക്കം ലക്ഷ്യം കാണുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുണ്ടാകാം വാർത്താ പ്രാധാന്യവും ദൃശ്യസാധ്യതയുമുള്ള ഒട്ടേറെ കാർഷിക സംരംഭങ്ങൾ. അവയെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം